പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് മുട്ട കൊണ്ടുള്ള ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ മുട്ട സ്റ്റൂ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പുഴുങ്ങാനുള്ള മുട്ട പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് പുഴുങ്ങി കിട്ടും. പ്രഷർ കുക്കറിൽ ഉപ്പുകല്ലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വെറുതെ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വിസിൽ വന്നതിന് ശേഷം ഒരു അര മിനിറ്റും കൂടെ അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രഷർ ആ പ്രഷർ കുക്കറിൽ നിൽക്കും. അടുത്തതായിട്ട് സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ വേവിച്ചെടുക്കാം. ഒരു ക്യാരറ്റ്, 2 ഇടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ്, ഒരു സവോള, 3 പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് മുറിച്ച് പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് 2 ഏലക്കായും 2 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ഒന്ന് ചതച്ചതിന് ശേഷം ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഏലക്കയുടെ ടേസ്റ്റും മണവും ഈ കറിക്കകത്ത് നന്നായിട്ട് കിട്ടും. 1 ടീസ്പൂൺ ഉപ്പും ഒരു 350 മില്ലി തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയമായപ്പോഴേക്ക് പ്രഷർ കുക്കറിലെ ആവിയൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, മുട്ടയൊന്നും ഒട്ടും പൊട്ടിപ്പോയിട്ടില്ല. നല്ല എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ കുറഞ്ഞ സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൂവിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കാം. ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ഏലക്കായും ഒരു കഷ്ണം കറുവാപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഏലക്കായും കറുവാപ്പട്ടയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, 2-3 പച്ചമുളകും, പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കളറ് മാറാത്ത രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. പച്ചരുചിയൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇവിടെ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇത്രയും കളറ് മാറേണ്ട ആവശ്യമില്ല. ഞാൻ ചേർത്ത തേങ്ങാപ്പാൽ കുറച്ച് കട്ടി കൂടിയതായിരുന്നു, അതുകൊണ്ടാണിത് ഇതുപോലെ ഇരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ശരിയായിട്ട് വരും. ഇനി ഇതിലേക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർക്കുന്നതിന് പകരമായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് ചേർത്താലും മതി. ചാറിന് കുറച്ച് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയും ടേസ്റ്റ് കൂടുന്നതിനുമാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കുരുമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളറ് സ്റ്റൂവിന് കിട്ടും. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. തേങ്ങാപ്പാൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് തീരെ ചൂട് കുറവാണെങ്കിൽ ഒന്നും കൂടെ സ്റ്റൗ ഓണാക്കി ഒന്ന് കറി ചൂടാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അനുവദിക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട സ്റ്റൂവിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. മുട്ട താല്പര്യമില്ലാത്തവർക്ക് മുട്ട ഒഴിവാക്കി വെജിറ്റബിൾ സ്റ്റൂ ആയിട്ട് കഴിക്കാം. അപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മുട്ട സ്റ്റൂ. എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.